ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കാലത്ത് ഞാൻ 5:50 ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ബ്രോക്കോളി കറിയും 4 ബദാമുമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ കുതിർത്ത ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഞാൻ 8:45 9 മണിക്കാവും വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് വേസ്റ്റ് കൊണ്ട് കളയാൻ പോകണം. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പം രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 9 മണിക്കുള്ളിൽ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യത്തില്ല, രാവിലെ കഴിച്ചിരിക്കും, അത് മസ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊണ്ടുപോകണം. ഇന്നലെ പച്ചക്കറി, അതായത് ഫുഡ് ഉണ്ടാക്കിയെടുത്ത പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട്. അതും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് വാരിയ പൊടിയും അതെല്ലാം കൊണ്ട് കളയും. അപ്പം പുള്ളി വരും, എന്നിട്ട് ഇവിടെ നിന്ന് വിസിലടിക്കും, അപ്പോൾ ഇറങ്ങി പോയാൽ മതി. പിന്നെ എന്താ പറയുക, നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, നാളെ February 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പം എന്താ പറയുക, പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, അതായത് തേപ്പ് കിട്ടിയവർക്കും ഇനി തേക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. അതല്ല, സിംഗിളായിട്ട് നിൽക്കുന്നവർക്കും, അവർ സിംഗിളായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒരു റിലേഷൻഷിപ്പ് താല്പര്യമില്ല, ഒറ്റയ്ക്ക് നിൽക്കാനാണ് താല്പര്യം, അങ്ങനെയുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് സ്വയം, അതായത് അവർക്ക് മിഠായി, അന്നത്തെ ദിവസം മിഠായി വാങ്ങിച്ചു കൊടുക്കുക, അതായത് ടെഡി ബിയർ വാങ്ങിച്ചു കൊടുക്കുക, നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അത് അന്നേ ദിവസം ഇടുക. അങ്ങനെ നടക്കുന്ന പലരും ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ അതേപോലാണ്. February 14 അന്ന് ആ പുള്ളിക്കാരിക്ക് തന്നെ ഡ്രസ്സ് വാങ്ങി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിയിട്ട് ഇടുക, പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ച് ഒറ്റയ്ക്ക് കഴിക്കുക. അത് സ്വയം, അതായത് ഇങ്ങനെ ചെയ്യുന്ന സ്വന്തം കാര്യം നോക്കുക, അങ്ങനല്ല. പക്ഷെ എല്ലാ മനുഷ്യരും നമ്മളുള്ളിൽ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മൾ സെൽഫ് കെയർ പ്ലസ് സെൽഫ് ലവ് ചെയ്യണം. ഇന്നലത്തെ കൂട്ട് തന്നെ ഇന്നും കറണ്ട് പോയിരിക്കുന്നു. അപ്പം എന്താ, ഞാൻ ഡോറ് തുറന്നിട്ടു, കറണ്ട് പോയപ്പം. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പം നാളെ ആയിരിക്കാം. അതായത് ഞാനിന്ന് February 13 എടുത്ത വീഡിയോ ആണ്. അതാണ് അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ പറഞ്ഞത്. ഇനി 14 പോസ്റ്റ് ചെയ്യുന്നത്, 14 പോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്നലത്തെക്കാട്ടിലും ഇന്ന് തണുപ്പ് കൂടുതലാണ്. ഒരു ദിവസം എന്താ പറയുക, തണുപ്പ് കൂടുതലാണെങ്കിൽ ഒരു ദിവസം തണുപ്പ് കുറഞ്ഞ് അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒക്കെ കാണും. ഒരു ഒന്നര ഇടവിട്ടാണ് ഇവിടെ തണുപ്പ് കൂടുക കുറയുക ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പാണ്. എന്താ പറയുക, വെയിലധികം വരുന്നേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്ലാങ്കറ്റ് ഒന്ന് വെയിലത്ത് ഇട്ടൊന്ന് ചൂടാക്കാമെന്ന്. പക്ഷേ വെയിൽ വന്നിട്ടില്ല. അപ്പം ഒരു പരിപാടി, വെയിൽ വരുമ്പം ഈ ബ്ലാങ്കറ്റ് ഒന്ന് എടുത്ത് വെയിലത്തൊന്ന് കാണിക്കണം. ഈ ബെഡ് എടുത്തിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കണം. ഇന്നലെ കിടന്നപ്പോഴുണ്ടല്ലോ ബെഡിൽ നിന്ന് എന്തോ എന്നെ കുത്തുന്ന പോലെ തോന്നി. ഇനി എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു വെയിലൊന്ന് കാണിക്കാമെന്ന്. അപ്പം ഇന്ന് നോക്കിയപ്പോൾ നല്ല തണുപ്പ്, വെയിൽ അങ്ങനെ വന്നിട്ടില്ല. ഈ സമയമൊക്കെ ആകുമ്പോൾ വെയിൽ വരുന്നതാ. ഞാൻ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുന്നതാ വെയിൽ വരുമ്പോൾ. നിങ്ങൾ ഈ പക്ഷിയുടെ സൗണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അപ്പം ഞാനത് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ഡയറി എടുത്തിട്ട് ബാൽക്കണിയിൽ വന്നിരുന്നു. എന്നിട്ട് ആ ഡയറിയിൽ ഞാൻ ഇന്ന് പഠിച്ച് തീർക്കേണ്ട എത്ര പോർഷനാണ്, എന്ത് ചാപ്റ്ററാണ് ഇന്ന് പഠിച്ച് തീർക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് എഴുതി വെക്കുകയാണ്, ഓരോന്നോരോന്ന്. അപ്പം എനിക്ക് അത്രയും പോർഷൻ വായിച്ച് തീർക്കാനുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ വർക്ക് എത്ര മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അതായത് കിച്ചൺ ഡ്യൂട്ടി എത്ര മണിക്ക് തീർക്കണം, അതായത് ക്ലീനിങ് എത്ര മണിക്ക് തീർക്കണം, അങ്ങനെയൊക്കെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റ് സമയത്തിനുള്ളിൽ എൻ്റെ ആ ഒരു വർക്ക് തീർക്കാനും പ്രൊഡക്റ്റീവായിട്ട്, അതായത് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം കിട്ടും വേറെ എന്തെങ്കിലും ചെയ്യാനും. അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അതേപോലെ സാമ്പാറാണ്. സാമ്പാറിന് ഞാൻ ഉരുളക്കിഴങ്ങ്, തക്കാളി, ഒരു ക്യാരറ്റ്, സവാള, പിന്നെ പച്ചമുളക്, മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. മെഴുക്കുവരട്ടിക്ക് വെണ്ടയ്ക്കയും ഉള്ളിയും, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയിലേക്ക് സവാളയും പച്ചമുളകും കീറിയിട്ട് അങ്ങനെയും മെഴുക്കുവരട്ടിയാക്കാമെന്ന് വെച്ചു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയിലേക്ക് സവാളയും പച്ചമുളകും കീറിയിട്ട് അങ്ങനെയും മെഴുക്കുവരട്ടിയാക്കാമെന്ന് വെച്ചു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയിലേക്ക് സവാളയും പച്ചമുളകും കീറിയിട്ട് അങ്ങനെയും മെഴുക്കുവരട്ടിയാക്കാമെന്ന് വെച്ചു.
കുറച്ച് ദിവസമായി സാമ്പാർ വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സാമ്പാറാക്കാമെന്ന്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ മുരിങ്ങയ്ക്ക് ഏകദേശം പന്നലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ ഞാൻ പിന്നെയും സാമ്പാറാക്കാമെന്ന് കരുതിയേ. പിന്നെ തക്കാളി, അരമുറി തക്കാളി ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ നേരത്തെ ഒരു കറിക്ക് എടുത്തതാണ്. പിന്നെ അതങ്ങ് മാറ്റി വെച്ചു. ഇനിയും മാറ്റി വെക്കാൻ നിന്ന് അത് പന്നലായിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിനെയും കറിയിൽ ഉൾപ്പെടുത്തി. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഇല്ലേ, ഈ പച്ചമുളകിന് ഭയങ്കര എരിയാണ് കേട്ടോ. 2 പച്ചമുളക് ഇട്ടാൽ മതി, നല്ലപോലെ എരി തോന്നിക്കും. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടായിരുന്നു ഇതുപോലെ സാമ്പാർ പൊടി വാങ്ങിയിട്ട് വരണേ, അപ്പം നമുക്ക് സാമ്പാറാക്കാമല്ലോ, എന്ന് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കൂട്ടല്ല, വേറെ ഏതോ ഒരു ടേസ്റ്റും സ്മെല്ലിലും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പൊടി ഒന്നും ആക്കാതെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായം ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് സാമ്പാറാക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പുളി എടുത്തിടാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റാണ് പുളി എടുത്തിടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ഇത് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് കാണാം. ഇത് കണ്ടില്ലേ, പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് അവിടെ ഉണ്ട്. അത് ഞാൻ ഇതുപോലൊരു കവറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങ് ക്ലീൻ ആവുമല്ലോ, വൃത്തിയാവുമല്ലോ. ഇങ്ങനെ കിടക്കത്തില്ല, എനിക്ക് എന്തോ പോലെ പച്ചക്കറി അരിഞ്ഞിട്ട് വേസ്റ്റ് അവിടെ അങ്ങനെ ഇടുന്നത്. അപ്പം തന്നെ എനിക്ക് കളയണം ആ വേസ്റ്റൊക്കെ. അപ്പം ഞാൻ ദാ വൃത്തിയാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി പിന്നെ ഇത് ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ വൃത്തികേടായി കിടക്കുന്നു, ഇത് ഇനി വൃത്തിയാക്കണമല്ലോ, ഒരുപാടുണ്ടല്ലോ പണികൾ, അങ്ങനെ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചടപടയെന്ന് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് കുക്കറിൽ ഞാൻ പരിപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വേകാനായിട്ട്. അപ്പോൾ പരിപ്പൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ഉടയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. ഒരു പ്രത്യേക തരത്തിലുള്ള രുചിയാണ് കേട്ടോ, രുചി കിട്ടും ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പം. എന്നിട്ടാണ് പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ട് അങ്ങനെ എടുക്കുന്നത്. പിന്നെ ഞാൻ പച്ചക്കറിയെല്ലാം ഇട്ടു, കഷ്ണങ്ങൾ അരിഞ്ഞിട്ടതെല്ലാം അതിലേക്ക് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് പിന്നെ അങ്ങ് മൂടി വെച്ച് ഒരു 2-3 വിസിൽ ഞാൻ അടുപ്പിക്കത്തുള്ളൂ കേട്ടോ. അന്നേരത്തേന് ഏകദേശം പച്ചക്കറി ഏകദേശം എന്താ പറയുക വെന്ത് കിട്ടും. പിന്നെന്താ, സാമ്പാറായിട്ട് വേണം കുക്കറിൽ അരി ഇടാനായിട്ട്. ഈ സാമ്പാർ കുക്കറിലാവുന്നത് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് സാമ്പാർ കഴുകിയിട്ട് പിന്നെ അതിലേക്ക് അരി ഇടും. അങ്ങനെയാണ് ഇന്നും ചെയ്യുന്നത്. കറിയൊക്കെ ഇത് ഏകദേശം കുക്കറിലകത്ത് ആണങ്ങനെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മെഴുക്കുപുരട്ടി ആക്കണം. വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതും സ്റ്റൗവിലേക്ക് മാറ്റണം. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ താഴെ എന്തോ തപ്പുന്നത്, പുളി എടുത്ത് വെച്ച് തപ്പുകയാണ് കേട്ടോ. കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ച് പുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ട്, വെള്ളത്തിലല്ല, കുറച്ച് പുളി ഞാൻ പാത്രത്തിലിട്ട് പിന്നെ വെള്ളം ഒഴിക്കും. എന്നിട്ട് അതൊന്ന് ആയി കിട്ടുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പുളി ഇറങ്ങും. അതിന് വേണ്ട കുറച്ച് നേരത്തെ ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞിട്ട് കറിയിലേക്ക്. പിന്നില്ലേ, സാമ്പാർ ഞാൻ വേറൊരു പാത്രത്തിലേക്കാക്കി. എന്നിട്ട് ഞാൻ അരി കഴുകി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ മെഴുക്കുവരട്ടിയായി. പിന്നെ ഒരു മുട്ട ഓംലേറ്റും കൂടെ ചെയ്താൽ മതി. ഇന്നത്തേക്കുള്ള പണി കഴിഞ്ഞു. ഞാനാണെങ്കിലില്ലേ, മുട്ട ഓംലേറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് ക്യാബേജ്, ഉള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുട്ട ഓംലേറ്റ് ചെയ്യുന്ന പാൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കുക വട്ടത്തിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ടാൽ മതി. പക്ഷേ ഞാനിവിടെ തിരിച്ചിട്ടപ്പം എൻ്റെ ഒരു മുട്ട ചെറുതായി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. എന്നാലും സാരമില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉച്ചക്കത്തേനുള്ള ലഞ്ച് കഴിക്കുന്നൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭയങ്കര വിശപ്പായതുകൊണ്ട് ഞാൻ പെട്ടെന്നേ കഴിച്ചു. വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞങ്ങ് മറന്നുപോയി കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2:20 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു മുസാമ്പി ഇരിപ്പുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വെച്ചു. ഇത് നല്ല പച്ച കളറാണ്. പക്ഷേ പച്ച കളറാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ളത് എന്താ പറയുക, നല്ല മധുരമാണ്. എന്താ പറയുക, നല്ല മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരുപാടങ്ങ് മധുരമല്ല, എന്നാലും ഒരു നല്ലൊരു ടേസ്റ്റ്. ആ ഒരു മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നാരങ്ങ മിഠായിയുടെ ഒരു മധുരം പോലെ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പല്ല, അത് ഓറഞ്ച് കളറല്ലേ. ഇത് ഒരു പച്ച കളറാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തട്ടെ. തൊലി ചെത്തുന്ന കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്. അത് ഇങ്ങനെ ചെത്തി എടുക്കണ്ടേ. അപ്പം ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് കാണാം. ഇത് കണ്ടോ,
അപ്പം തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിനൊരു മഞ്ഞ കളറാണ്, പച്ച കളർ തൊലിയും അകം കൊണ്ട് മഞ്ഞ കളറാണ്. പക്ഷേ ഒരു പുളിപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാനിങ്ങനെ മുസാമ്പി ഒന്നും കഴിക്കുന്നതല്ല. ഇത് ഒരു തൊലിക്കൊക്കെ ഒരു വാട്ടം വന്നിട്ടുണ്ട്, ഏതാണ്ടൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം ഞാനിത് കഴിച്ചു, 2 ദിവസം. അപ്പം അന്നേരം ഇതിൻ്റെ തോല് എന്താ പറയുക ഫ്രഷ് ആയിട്ടിരുന്നു. ഇപ്പം ഏകദേശം ഒരു 2-3 ദിവസം ആയില്ലേ കൊണ്ടുവന്നിട്ട്. അതാ ഇതിൻ്റെ ഒരു തോലിനൊരു ഒരു വാട്ടം പോലെ വന്നിട്ടുണ്ട്. എന്നാലും സാരമില്ല, എന്നാലും എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ കഴിക്കും, പിന്നെ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെയും കഴിക്കും. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതിൻ്റെ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി കാണാം. പിന്നെ രാവിലെ ഞാൻ കുഞ്ഞ് ഡയറിയിൽ ഒരു ടു ഡു ലിസ്റ്റ് എഴുതിയില്ലേ, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ടോപ്പിക്ക് വായിക്കണം പഠിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുസാമ്പിയൊക്കെ കഴിച്ചിട്ടൊന്ന് അപ്പോഴേ എനിക്കൊരു ഭയങ്കര ഫ്രഷ്നെസ് തോന്നി. അപ്പോൾ കുറച്ച് ഞാനിരുന്ന് വായിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു. അതായത് എനിക്കൊരു എന്താ പറയുക ഒരു സേവിങ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൊച്ചു തുക, അതായത് ഒരു 10 രൂപയായാലും ഒരു 20 രൂപയായാലും ഞാനത് കിട്ടിക്കഴിഞ്ഞാൽ മാറ്റി വെക്കും. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി, ഇതെവിടെ നിന്ന് ഇത്രയും പൈസ, കാരണം ഇത്രയും ഒരുപാടൊന്നും ഇല്ല, എന്നാൽ ഒരു 50 രൂപ എങ്ങനെ കിട്ടി ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് മറന്നുപോയായിരുന്നു കേട്ടോ. എന്തായാലും ഉള്ളതാവട്ടെ. അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു കൊച്ചു തുകയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യണം. അപ്പം നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. നമുക്ക് ആരോടും ഒരു സഹായം ചോദിക്കേണ്ട, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ഉപകരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ബൈ ബൈ.